നിന്റെ ജനാസ എങ്ങോട്ട് കഥാ മയ്യത്ത് കെട്ടിൽ എടുത്ത് വെച്ചിട്ട് എല്ലാവരും തന്റെ ചുമലിലേക്ക് ഉയർത്തുമ്പോ വീടിന്റെ അകത്ത് വല്ലാത്ത ഒരു പൊട്ടിക്കരച്ചിൽ കേൾക്കുകയാണ്. വാപ്പ കരയുന്നുണ്ട്, ഉമ്മ കരയുന്നുണ്ട്, ഭാര്യ കരയുന്നുണ്ട്, കൂടപ്പറപ്പ് കരയുന്നുണ്ട്, സഹോദരിമാര് നിന്ന് കരയുന്നുണ്ട്, കുടുംബക്കാര് കരയുന്നുണ്ട്. ഉമ്മയാണ് കരയുന്നത്, ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. മോനെ പോവുകയാണോടാ, ഈ ഉമ്മാനെ ഒറ്റയ്ക്കാക്കിയിട്ട്, ഈ വാപ്പാനെ ഒറ്റയ്ക്കാക്കിയിട്ട്, ഈ പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് മോനെ നീ പോകുകയാണോടാ? ഞങ്ങളെ എല്ലാവരെയും ഒറ്റയ്ക്ക് ഈ വീടിന്റെ അകത്താക്കിയിട്ട് നീ ഒറ്റയ്ക്ക് പോകുകയാണോ എന്നാണടാ നിന്നെ ഇനിയൊന്ന് കാണുന്നത്. എല്ലാവരും വീടിന്റെ അകത്ത് കിടന്ന് കരച്ചലാണ്, എല്ലാവരും വീടിന്റെ അകത്തിരുന്ന് കരച്ചലാ. അതാ മയ്യത്ത് കട്ടിലിന്റെ പുറകില് വാപ്പാതാ കരഞ്ഞുകൊണ്ട് കൂടപ്പുറപ്പുകൾ തലതാട്ടി പിടിച്ചിട്ട് ജനാസയുടെ മയ്യത്ത് കട്ടിലിന്റെ താഴെ കൈവച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹുവേ അരുമക്കിടാങ്ങള് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മക്കള് കിടന്ന് വിളിക്കുന്നു, വാപ്പാ എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ വാപ്പാനെ കൊണ്ടുപോകല്ലേ. വാപ്പാ ഞങ്ങളോടൊന്ന് സംസാരിക്കു വാപ്പാ. ഞാനപ്പ വിളിച്ചാലും ഓടി വന്നെനിക്ക് മുത്തം തരുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പാ എന്നെയൊന്ന് നോക്കെന്ന് പറഞ്ഞിട്ട് മക്കള് കിടന്ന് വിളിക്കുമ്പോ, ഭാര്യ കിടന്ന് വിളിക്കുമ്പോ, കൂടപ്പുറപ്പ് കിടന്ന് വിളിക്കുമ്പോ, കുടുംബക്കാര് കിടന്ന് വിളിക്കുമ്പോ ഉത്തരം നൽകാതെ കിടക്കേണ്ട ഒരു ദിവസം വിദൂരമല്ല ചെറുപ്പക്കാരാ. അവിടെ വെച്ച് പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവനും തീരുകയാ. അവസാനം എല്ലാവരും കൂടെ നിന്റെ ജനാസ ചുമന്ന് ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്നോ, ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്നോ. നിന്റെ ജനാസ പള്ളിക്കകത്ത് വെച്ചു. അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു. അതാ ജനാസ എടുത്തുകൊണ്ട് 6 അടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ, പള്ളിക്കാട്ടിൽ നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന നിന്റെ കൊട്ടാരമുണ്ടല്ലോ, നിന്റെ വീടുണ്ടല്ലോ, ലക്ഷങ്ങള് ചെലവില്ലാത്ത വീടാ, ഗ്രാനൈറ്റോ ടൈലോ ഇടാത്ത വീടാ, ഡബിൾ കോട്ട് കട്ടിലും മറ്റതാ കട്ടിലും മെത്തയും ഇടാത്ത വീടാ. എല്ലാം ഒരേ മോഡല്, എല്ലാം ഒരേ മോഡല്, ഒരുത്തരും വ്യത്യാസമില്ല. പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ഒരേ ഒരളവ്. പടച്ചവനെ മനുഷ്യന്റെ നീളത്തിനനുസരിച്ച് വ്യത്യാസമില്ലാതെ ആ കബറിന്റെ അകത്ത് ഒരു മാറ്റവുമില്ല. മനോഹരമായ ഒരു കബർ നിനക്കൊരുക്കി വെച്ചിരിക്കുകയാ. ആ കബറിന്റെ അകത്തേക്ക് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നിന്റെ ജനാസ താങ്ങിയെടുത്ത് വെക്കുകയാണ്. കബറിന്റെ അകത്തിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു, മോനെവിടെ? ഉമ്മായിക്ക് ഒരു പിടി മണ്ണ് വാരിത്താടാ, വാപ്പായിക്ക് ഒരു പിടി മണ്ണ് വാരിത്താടാ. ഒരു പിടി മണ്ണ് വാരിയിട്ട് തന്റെ വാപ്പയുടെ കബളിന്റെ താഴെ വെക്കാൻ, തന്റെ ഉമ്മയുടെ കബളിന്റെ താഴെ വെക്കാൻ ഒരു പിടി മണ്ണ് വാരി കൊടുക്കുമ്പോ അതെടുത്തതാ അവരുടെ മുഖത്തിൽ, അവരുടെ കഥാ അവരുടെ കബളിന്റെ താഴെ മണ്ണ് വെച്ചിട്ട് പലകകൾ എടുത്ത് നിരത്തുകയാണ്, പലകകൾ എടുത്ത് നിരത്തുകയാണ്. അവസാനം എല്ലാവരും പടച്ചവനെ പിടിമണ്ണ് വാരിയിട്ട് കബറിന്റെ മുകളിലേക്ക് ഇടുകയാണ്. 3 പിടി മണ്ണ് വാരി ഇടാൻ പറയുമ്പോ പലര് കബറും കാട്ടില് പള്ളിക്കാട്ടില് കബറിന്റെ മുകളിലേക്ക് മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുന്നത് കണ്ടാൽ പ്രതികാരം ചെയ്യുന്നത് പോലെയാ. മോനെ വെറുതെയല്ല ഇടാൻ പറഞ്ഞത്, ആ ഇടുന്നതിൽ പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. മണ്ണ് വാരി ഇടുന്ന സമയത്ത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവസാന പിടിമണ്ണ് വാരിയെറിഞ്ഞു, കബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിട്ടു. അവസാനമല്ല പള്ളിക്കാട്ടിലെ അടുത്തവന്റെ കബറിന്റെ മുകളിൽ നട്ടിരിക്കുന്ന ചെടിയുണ്ടല്ലോ, അടുത്ത മനുഷ്യന്റെ പള്ളിക്കാട്ടിൽ ആരെയോ കബറടക്കിയിട്ടുണ്ട്. ആ
മനുഷ്യന്റെ നെഞ്ചിലും ആ മനുഷ്യന്റെ കാലിലും തലയിലും വെച്ചിരിക്കുന്ന ആ ചെടികളിൽ നിന്ന് ഒരു ചെടിയുടെ അല്പം ഒടിച്ചിട്ട് മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ വെക്കുന്ന ചെറുപ്പക്കാരാ, എടാ നീയല്ലേ ചെടി കൊണ്ടുപോകേണ്ടത്? മറ്റുള്ളൊരുത്തൻ അവന്റെ വാപ്പയുടെ നെഞ്ചിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചെടി നിനക്കൊടിക്കാൻ ആരാ അവകാശം തന്നത്? വല്ലവന്റെ ജനാസ അടക്കിയിരിക്കുന്ന മറ്റുള്ളവന്റെ കബറിൽ നിന്ന് ചെടി ഒടിച്ചു വെച്ചിട്ട് അവസാനം അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എല്ലാവരും സലാം പറഞ്ഞ് ടാറ്റ പറഞ്ഞിട്ട് പിരിയുകയാ. എല്ലാവരും പോയി, വാപ്പ പോയി, ഉമ്മ പോയി, ഭാര്യ പോയി, കൂടപ്പറപ്പ് പോയി, കൂട്ടുകാര് പോയി, മക്കള് പോയി. എല്ലാവരും നിന്ന പള്ളിക്കാട്ടില്, എല്ലാവരും പള്ളിക്കാട്ടില് ഒരു കുഴിക്കകത്ത് ഒറ്റയ്ക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും പോകും. ചെറുപ്പക്കാരാ, നിന്നെ സഹായിക്കേണ്ട സമയത്ത് നിന്നെ കബറും കാട്ടിൽ കൊണ്ട് കളഞ്ഞിട്ടാ നിന്റെ എല്ലാ കൂട്ടുകാരും പോകുന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവരാണോ കൂട്ടുകാര്? കബറി കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോകുന്നവനാണോ കൂട്ടുകാര്? പെരുവഴിയിൽ ഇട്ടിട്ട് പോകുന്നവനാണോ കൂട്ടുകാര്? എന്റെ പ്രിയമുള്ളവരെ, അവരോട് കൂടെയല്ല കൂട്ടുകൂടേണ്ടത്, അവരുടെ കൂടെയല്ല കൂടേണ്ടത്. പിന്നെ ആരുടെ കൂടെയാ കൂടേണ്ടതെന്നറിയോ? മോനെ, ഒരിക്കലും നിന്നെ കൈവിടാത്ത ചില കൂട്ടുകാരുണ്ട്, ഒരിക്കലും നിന്നെ കൈവിടാത്ത ചില കൂട്ടുകാരുണ്ട്. ഞാനവരെ പറഞ്ഞു തരാ. അവരാരെന്നറിയോ? പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരല്ല, അവര് കള്ളു കുടിക്കുന്നവരല്ല, അവര് വ്യഭിചരിക്കുന്നവരല്ല, അവര് പലിശ തിന്നുന്നവരല്ല, അവര് സിനിമ കാണുന്നവരല്ല, അവര് വൃത്തികേടുകൾ കാണുന്നവരല്ല, മോശമായത് പറയുന്നവരല്ല. അല്ലാഹുവേ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ നന്മ മാത്രം ചെയ്യുന്നവരാ, നന്മ മാത്രം പറയുന്നവരാ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ലാതെ ഒരു കാര്യവും അവർ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ചെയ്യൂല. അങ്ങനെയുള്ള ചില കൂട്ടുകാരുണ്ട്. അവര് ദുനിയാവില് നിന്റെ കൂടെയുണ്ട്, അവര് ദുനിയാവില് നിന്റെ കൂടെയുണ്ട്, മരണസമയത്ത് നിന്റെ കൂടെയുണ്ട്, 6 അടി മണ്ണിന്റെ അകത്ത് നിന്റെ കൂടെയുണ്ട്. അല്ലാഹുവേ, നാളെ കബറിന്റെ അകത്ത് നിന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിലൂതുമ്പോ നീ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അപ്പോഴും അവര് കബറിന്റെ മുന്നിലുണ്ട്. നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അവർ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, ഇവനെന്റെ കൂട്ടുകാരനാണല്ലോ, ഇവളെന്റെ കൂട്ടുകാരിയാണല്ലോ, അതുകൊണ്ട് പടച്ചവനെ ഇവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ എന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിന്ന് അനുവാദം ചോദിച്ചു. നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സിറാത്ത് എന്ന പാലം കടന്നിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നിന്റെ കൈപിടിച്ച് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും പള്ളിക്കാട് വരെ വരത്തുള്ളൂ. അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും. ആരെങ്കിലും കബറും കാട്ടി വന്നിട്ടിരിക്കോ, എന്റെ വാപ്പാടെ കബറുതാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കോ? ഇല്ല. എന്നാ കൂടെ ഇറങ്ങി കിടക്കോ? പെണ്ണുമ്പുള്ള നീ ഇല്ലെങ്കിൽ ഉറങ്ങൂല. നിന്റെ ഭാര്യ നീ ഇല്ലാതെ ഉറങ്ങൂല. കബറും കാട്ടി വരുമ്പോ അവള് പറയുവോ ഞാനും കൂടെ കിടക്കാം? മക്കള് വാപ്പാടെ അടുത്ത് കിടന്നാലേ ഉറക്കം വരൂ, ഉമ്മാടെ അടുത്ത് കിടന്നാലേ ഉറക്കം വരൂ. ഇന്ന് വരെ ഏതെങ്കിലും മക്കളെ പറഞ്ഞിട്ടുണ്ടോ ഇത്തിരി വലിയ കബറെടുക്ക്, ഞാനും കൂടെ ഉമ്മാടെ കൂടെ കിടക്കട്ടെ? എന്റെ ഉമ്മയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ നീ കബറിന്റെ അകത്ത് കിടന്നാൽ ശ്വാസം കിട്ടത്തില്ലല്ലോ. എന്നാ കബറിന്റെ മുകളിലെങ്കിലും കിടക്കാറുണ്ടോ? ആരെങ്കിലും വരാറുണ്ടോ? ആരും വരാറില്ല. എല്ലാവരും പെരുവഴിയിൽ ഇട്ടിട്ട് പോകുന്നവരാ. പിന്നെ അവരുടെ കൂടെ കൂടിയിട്ട് വല്ല കാര്യമുണ്ടോ? എടാ, നീ ആപത്തിൽ പെടുമ്പോ നിന്നെ സഹായിക്കുന്നവനല്ലേ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്. അപ്പൊ പെരുവഴിയിൽ ഇട്ടിട്ട് പോകുന്നവരുടെ കൂടെ കൂടിയിട്ട് കാര്യമൊന്നുമില്ല. എന്നാൽ പെരുവഴിയിൽ ഇടാത്ത ഒരാളുണ്ട്, അവരുടെ കൂടെ കൂടിക്കോ. കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് പലിശയും തിന്ന് ഒന്നും നടക്കുന്നവനൊന്നുമല്ല.
ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം കണ്ടിട്ടില്ല, പാപം പറഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരാരെന്നറിയോ? അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവരാരാ? അള്ളാഹുവിന്റെ മലക്കുകളാണ്. മലക്കുകൾ പാപം ചെയ്തിട്ടുണ്ടോ? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അള്ളാഹിനെ ശുക്ർ ചെയ്യുന്നവരാ, അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാ മലക്കുകൾ. അവരുടെ കൂടെ കൂടിയ നിന്നെ സ്വർഗത്തിൽ വരെ അവര് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകളുടെ കൂട്ടുകാരാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മലക്കുകളുടെ കൂട്ടുകാരനാകണമെങ്കിൽ എന്ത് ചെയ്യണം? മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലൂടെ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, പാവപ്പെട്ട സ്വഹാബിയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞു. എന്നിട്ട് അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു നടന്നു പോവുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന മലക്ക് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പേര് പറഞ്ഞു കൊടുത്തതല്ല, മുത്തുനബി പേര് പറഞ്ഞു കൊടുത്തതല്ല, ജിബ്രീൽ തന്നെ ചോദിച്ചു, ആ പോകുന്നത് അബൂദർ അല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീൽ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാ ജിബ്രീൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ്, ഇന്നഹു ലഫീ മലകൂതിസ് സമാവാതി സബഇ അശ്ഹുറു ഫിൽ അർളി. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ പോകുന്ന അബൂദറിന് മലക്കുകൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ്. ഈ പോകുന്ന പാവപ്പെട്ടവനായ അബൂദർ ഉണ്ടല്ലോ, ഈ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ മലക്കുകൾക്ക് എല്ലാവർക്കും അറിയാം. മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാണ് അബൂദർ ഗിഫാരി. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി, ജിബ്രീലേ, എന്റെ അബൂദറിനെ എങ്ങനെ അറിയാ? എന്റെ അബൂദറിനെ എങ്ങനെ അറിയാ? ആരാ അബൂദർ എന്നറിയുവോ? മസ്ജിദുൻ നബവിയുടെ ചാരത്ത് കിടക്കുന്ന സ്വഹാബിയാ. ഒരു ദിവസത്തിൽ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാറില്ലാത്ത പാവപ്പെട്ടവരാ. കേറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല, ധരിക്കാൻ ഒരു
ഒരു ജോഡി വസ്ത്രമില്ലാതെ മറ്റൊരു വസ്ത്രമില്ലാത്ത സ്വഹാബിയാണ് അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. ആരെങ്കിലും കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് മസ്ജിദ് നബവിയുടെ ചാരത്ത് കിടക്കുന്ന പാവപ്പെട്ടവരായ അബൂദറിന് നിനക്ക് എങ്ങനെ അറിയാ ജിബ്രീലേ? യാ റസൂലല്ലാഹ്, മലക്കുകൾക്ക് നല്ല പരിചയമുള്ള സ്വഹാബിയാണ് അബൂദർ. അതിന്റെ കാരണം എന്തെന്നറിയോ നബിയേ? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ഗുണമുണ്ടായിരുന്നു. അബൂദറിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ പ്രത്യേകത ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിന് ആ സ്വഹാബിക്കുണ്ടായിരുന്ന ഒരു സ്വഭാവമുണ്ടോ? മലക്കുകൾക്ക് നിന്നെ നല്ല പരിചയമാ സഹോദരാ, മലക്കുകൾക്ക് നിന്നെ നല്ല പരിചയമാണ്. ജിബ്രീലിന് നിന്നെ നല്ല പരിചയമാണ്. നിന്റെ പേര് തന്നെ മലക്കുകൾക്കറിയാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ആ സ്വഹാബിക്കുണ്ടായിരുന്ന ഗുണമെന്തെന്നറിയോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞ സ്വഹാബിയാ, ദുനിയാവിനെ വലിച്ചെറിഞ്ഞവനാണ്. വല്ലാത്ത പരിത്യാഗിയായിരുന്നു. ഈ ദുനിയാവിനോട് പ്രേമമില്ലാത്ത, ഈ ദുനിയാവിനോട് സ്നേഹമില്ലാത്ത, ഈ ദുനിയാവിനെ ഇഷ്ടമില്ലാത്ത സ്വഹാബിയായിരുന്നു അബൂദർ. അതുകൊണ്ട് മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. മലക്കുകളുടെ കൂട്ടുകാരനായിരുന്നു മഹാനായ സയ്യിദുനാ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞോ, പണത്തിനോടുള്ള മോഹം കളഞ്ഞോ, ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള നിന്റെ ആർത്തി എന്ന് കളഞ്ഞോ. ആഖിറത്തിനെ ചിന്തിക്കതറപ്പക്കാരാ. ഈ പണത്തിനോട് പടച്ചവനെ, പണമാണല്ലോ ഇന്ന് നമുക്ക് വലുത്. അത് സമ്പാദിക്കുന്നതിന് വേണ്ടിയില്ലേ എന്തെല്ലാം വളഞ്ഞ വഴികളാണ് നോക്കുന്നത്. അല്ലാഹുവേ, കള്ള് കച്ചവടം നടത്തുന്നവരുണ്ട്, കഞ്ചാവ് കച്ചവടം നടത്തുന്നവരുണ്ട്, പലിശ കച്ചവടം നടത്തുന്നവരുണ്ട്, മയക്കുമരുന്ന് ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ, വൃത്തികെട്ട വഴികളിലൂടെ പിടിച്ചു പറിയും ആവശ്യമില്ലാത്ത വഴികളിലൂടെ പെട്ടെന്ന് പണക്കാരനാകാൻ ലോട്ടറി എടുക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പണം സമ്പാദിക്കുന്നതിന് വേണ്ടി പരക്കം പായുന്ന സഹോദരാ, ഈ കുടുകിന്റെ ചിറകിന്റെ വില പോലുമില്ലാത്ത ദുനിയാവ്, പടച്ചവനെ പുഴുത്തു നാറി കിടക്കുന്ന അതാ കഴുതയെ കാണിച്ചിട്ട് മുത്തുനബി പറഞ്ഞത് ദുനിയാവിന്റെ അവസ്ഥ ഇതാ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ, ഈ ദുനിയാവിൽ കൊട്ടാരങ്ങൾ പണിയാൻ, ഈ ദുനിയാവിലെ ചിലരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ, ചിലരുടെ ജീവിതം കണ്ട കോടികൾ കൊടുത്തിട്ട് ഭവനം കെട്ടുന്നവരുണ്ട്. മോനെ, നിന്റെ വാപ്പ പോയപ്പോ എന്താടാ ഈ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോയത്? ശരീരം മുഴുവനും സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവ് 3 കറ്റം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ പോകുന്നത് കണ്ട ഉമ്മ, നിനക്കെങ്ങനെയാ പണത്തിനോട് ആർത്തിയുണ്ടാവുക? ഏതെല്ലാം വഴിയിലൂടെ പടച്ചവര് പെട്ടെന്ന് ലാഭം കിട്ടുന്ന കച്ചവടങ്ങളിലൂടെ കടന്നു പോകുമ്പോ, സ്വർണ്ണക്കടകളിൽ കൊണ്ടുപോയി പൈസ ഇട്ടിട്ട് പടച്ചവനെ മാസം മാസം വാങ്ങുന്നവരുണ്ട്. ബാങ്കിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ ഇട്ടിട്ട് പടച്ചവനെ പലിശ വാങ്ങി തിന്നുന്നവരുണ്ട്. താടി വളർത്തിയവനും തടമ്പുള്ളവനും ജമാഅത്തിന്റെ പരിപാലകനും ഹജ്ജ് ചെയ്തവനും ഉംറ ചെയ്തവൻ വരെ പലിശ കച്ചവടം നടത്തുന്ന കാലവാ. എന്റെ പ്രിയമുള്ള സഹോദരാ, പണത്തിനോട് ആർത്തി വേണ്ട, ദുനിയാവിനോടുള്ള പ്രേമം വേണ്ട. ഈ ദുനിയാവ് നിന്നെ ചതിച്ചു കളയും ചെറുപ്പക്കാരാ. ഈ ദുനിയാവ് എത്രയോ പേരെ ചതിച്ചു കളഞ്ഞ ചരിത്രങ്ങൾ ഖുർആനും ഹദീസും പറയുന്നുണ്ട്. മഹാനായ അബൂദർ ആരെന്നറിയോ? നാളത്തേക്ക് വേണ്ടിയൊന്നും കരുതി വെക്കാത്ത സ്വഹാബിയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, നിങ്ങൾ നാളത്തേക്ക് വേണ്ടി നിങ്ങൾ പണങ്ങൾ കഥാ സമ്പാദ്യങ്ങൾ കരുതി വെക്കല്ലേ. മഹാനായ അബൂദർ ഗഫാർ റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിൽ രാവിലെ എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്റെ കയ്യിലുള്ളത് പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, യതീമീങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, രോഗികൾക്ക് കൊടുക്കുമായിരുന്നു. പടച്ചവനെ, രാത്രിയാകുമ്പോൾ അന്നത്തെ സമ്പാദ്യം മുഴുവനും തീർത്തിട്ട് ജീവിക്കുന്നവരാ. ആരെങ്കിലും സമ്പാദ്യം കൂട്ടിവെക്കുന്നത് കണ്ടാൽ അവിടെ ചെന്നിട്ട് പറയുമായിരുന്നു, നാളെ ഈ കൂട്ടിവെക്കുന്നത് മുഴുവൻ
മുഴുവനും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വരുമ്പോൾ നിന്റെ കഴുത്തിലേക്ക് തീയായ അല്ലാഹു തൂക്കിയിടുമെന്ന ഖുർആനിന്റെ ആയത്ത് പറഞ്ഞിട്ടു അബൂ ദർ ഗഫാർ റളിയല്ലാഹു തആല അൻഹു അവരോട് ഉപദേശം കൊടുക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പെട്ടെന്ന് പണക്കാരനാകാൻ വഴി തേടുന്ന യുവത്വേ, മഹാനായ അബൂ ദർ ഗഫാർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഒരു യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ ഏറ്റവും അവസാനമാണ് വരുന്നത്, ഏറ്റവും അവസാനമാണ് വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ച അബൂ ദർ, ഏറ്റവും അവസാനമായി പോയോ? യമൂതു വഹദ, അബൂ ദർ നീ ഒറ്റയ്ക്കാ മരിക്കുന്നത്, നീ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുന്നത് ഒറ്റയ്ക്കാണ്. മുത്തുനബി അബൂ ദർ ഗഫാരിയോട് പറഞ്ഞ വാക്കാണ്. അവസാനം എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ സ്വഹാബികളെ കടന്നു ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വന്നിട്ട് നാളത്തേക്ക് എന്തെങ്കിലും കരുതി വെച്ച് കഴിഞ്ഞാൽ അബൂ ദർ ഞങ്ങളോട് വഴക്ക് കൂടുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ദറിനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നബിയെ, അല്ല പറഞ്ഞതങ്ങനെയല്ല. റസൂലുള്ളാഹി ഒന്നും മിണ്ടിയില്ല. അവസാനം അബൂബക്കർ തങ്ങളുടെ കാലഘട്ടത്തിലും അബൂ ദർ അങ്ങനെ തന്നെ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടം വന്നപ്പോഴും പണം കൂട്ടി വെക്കുന്നവന്റെ വീട്ടിൽ പോയി വഴക്ക് കൂടുമായിരുന്നു. എന്തിനാ പാവങ്ങൾക്ക് കൊടുക്കാൻ, യതീമീങ്ങൾക്ക് കൊടുക്കാൻ, പടച്ചവനെ നാളത്തേക്ക് കരുതി വെക്കാൻ പാടില്ലെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രാജ്യം ഭരിക്കുമ്പോ എല്ലാവരും കൂടെ ഉസ്മാൻ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് അബൂ ദറിനെ കുറിച്ച് പരാതി പറയുകയാ. അവസാനം വഴിയില്ലാതെ അവിടുന്ന് നാട് കടത്തുകയാ. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു അവസാനം തന്റെ ഭാര്യയും മക്കളുമായി ഒറ്റയ്ക്ക് മരുഭൂമിയിൽ പോയി ജീവിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അവിടുന്ന് മരണസമയം അടുത്തപ്പോ അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം അവിടെ നടക്കുമ്പോ തന്റെ പൊന്നാര മക്കളെ മുഴുവനും അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ആ അബൂ ദർ എന്ന് പറയുന്ന പിതാവ് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? ഇന്ന് 10 വയസ്സുള്ളവനോട് ഉമ്മയും ബാപ്പയും പറയുന്നത്, നല്ലതുപോലെ പഠിക്കണം, നല്ല നിലയിലാകണം, നല്ല ജോലിയിൽ കയറണം, എങ്കിലേ നിനക്ക് പണം കിട്ടൂ, എങ്കിലേ നിനക്ക് പണം കിട്ടൂ. പണം കിട്ടിയാലേ ജീവിതം സന്തോഷമാകൂ. വളർന്നു വരുന്ന ചെറിയ കുഞ്ഞിനോട് പോലും പണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളുടെ കാലവാ. പിന്നെ എങ്ങനാ നിന്റെ മക്കള് കള്ള് കച്ചവടം നടത്തുന്നത്, മയക്കുമരുന്ന് കച്ചവടം നടത്തിയിട്ട് പണക്കാരനാകാ? മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീയാണ് പടച്ചവനെ നിന്റെ മക്കളെ പിഴപ്പിച്ചത്. ആ മക്കളുടെ ഹൃദയത്തിൽ പണത്തിനെ കുറിച്ചുള്ള ആർത്തി കൊടുത്തത് നിന്റെ ആർത്തിയാ. നീ കാരണമാ നിന്റെ മക്കള് പിഴച്ചു പോയത്. എങ്കിൽ അബൂ ദർ എന്ന് പറയുന്ന പാവപ്പെട്ട പിതാവ് മരണത്തിന്റെ സമയമെടുത്ത് വരുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ പിടിച്ച് ചാരത്തിരുത്തിയിട്ട് ആ സ്വഹാബി പറയുന്നു, മക്കളെ, വാപ്പാനെ വെറുക്കല്ലേ, വാപ്പയോട് ദേഷ്യമുണ്ടോ മക്കള്? നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. എല്ലാം എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ പാപങ്ങൾക്ക് കൊടുത്തു. കാരണം അല്ലയാ പറഞ്ഞത് റിസ്ക് തരുന്നതിന് പടച്ചവനാണ്. അല്ലാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നത്. അതുകൊണ്ട് നീ കാത്തു വെക്കണ്ട എന്ന് പടച്ച റബ്ബ് പറഞ്ഞത് കാരണം വാപ്പ ഒന്നും കരുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് അബൂ ദർ ഗഫാർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറയുന്ന, മക്കളെ, വാപ്പാനോട് വാപ്പയോട് ദേഷ്യം കാണിക്കല്ലേ, വാപ്പാനെ ശപിക്കല്ലേ. മോനെ, വാപ്പയി മരിച്ചു പോയാൽ, വാപ്പ മരിച്ചു പോയാ മയ്യത്ത് പൊതിയാനുള്ള തുണി പോലും എന്റെ കയ്യിലില്ല മോനെ. ഒരു പിതാവ് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന രംഗവാ. മോനെ, മരിച്ചാൽ ഈ വാപ്പ ഇന്ന് മരിച്ചാ ഈ വാപ്പയുടെ കഫൻ തുണി പോലും എന്റെ കയ്യിലില്ല, അത് വാങ്ങാനുള്ള പൈസയും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് മക്കളെ, വാപ്പ മരിച്ചു പോയാൽ
വാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് നിങ്ങൾ ഈ വഴിയിൽ കൊണ്ടുപോയി എന്റെ ജനാസ വെച്ചിട്ട് കാത്തു നിൽക്കണം. അല്ലാഹുവിന്റെ കഅബാലയം കണ്ടിട്ട് അല്ലാഹുവിന്റെ കഅബാലയത്തിൽ ഉംറയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരെ കണ്ടാൽ അവരോട് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയുടെ ജനാസയാ, മയ്യത്ത് പുതിയ തുണിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാ പറയണേ മക്കളെ. ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുന്ന രംഗവാ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാ, ഞാൻ മരിച്ച പൊതിയാറുള്ള തുണി എന്റെ കയ്യിലില്ല, വാങ്ങാനുള്ള പണവും എന്റെ കയ്യിലില്ല, അതുകൊണ്ട് മക്കളെ ജനാസയെടുത്ത് വഴിയിൽ കൊണ്ടുവച്ചിട്ട് ഉംറ കഴിഞ്ഞ് മടങ്ങി വരുന്ന യാത്രക്കാരോട് പറയണം, പ്രവാചകന്റെ സ്വഹാബിയാ, അവിടത്തെ ജനാസ അതാ നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞിട്ട് കബറടക്കാ പറയണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവസാനം അബൂദർ ഗിഫാരി യാത്രയായി. അവിടുന്ന് ഭാര്യയും മക്കളും കൂടെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് ജനാസ എടുത്തുകൊണ്ട് മരുഭൂമിയിലെ വഴിയിൽ കൊണ്ടുവച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഉംറയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നവ അതാ ഒരു യാത്ര സംഘം കടന്നു വരികയാണ്. അല്ലാഹുവേ, മക്കള് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ പിതാവിന്റെ ജനാസയാ, മുത്തുനബിയുടെ സ്വഹാബിയാ, അതുകൊണ്ട് മയ്യത്ത് പുതിയ തുണിയില്ല, ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ടേ ജനാസ പുതിയാവൂ എന്ന് ഞങ്ങളുടെ വാപ്പ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഇഹ്റാദാ ഉംറ കഴിഞ്ഞു വരുന്ന ആ ആൾക്കാരോട് പറയുമ്പോ അല്ലാഹുവേ, അവരെല്ലാവരും കൂടെ ആ കിടക്കുന്ന സ്വഹാബിയുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. ആരാണെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. ആ കിടക്കുന്ന ജനാസ ആരുടെ ജനാസയാണെന്ന് നോക്കുമ്പോ മഹാനായ അബൂദറുൽ ഗിഫാരി അവിടെ ഇരുന്നു കൊണ്ട് കൂടെ വന്നവരോട് പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമോ? അല്ലാഹുവേ, പടച്ചവനെ, അവസാനം അവിടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിലെ ജനാസ പൊതിഞ്ഞു. എന്നിട്ട് കബറ് കുടിച്ചു. ആരാരുമില്ലാത്ത മരുഭൂമിയിൽ അവിടെ നിന്ന് ജനാസ കബറടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് ആ സ്വഹാബിയ മലക്കുകൾ കൂട്ടുകാരാക്കി തെരഞ്ഞെടുത്തത്. പക്ഷേ അങ്ങനെ ഒരു ഗുണം നമുക്കില്ലല്ലോ. നമുക്ക് ദുനിയാവ് മതിയല്ലോ, നമുക്ക് പണം മതിയല്ലോ. അല്ലാഹനെ മറന്നു പോകുന്നവരല്ലേ. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കും, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിച്ചു. ഈ റോഡിൽ പള്ളിയുടെ ചാരത്താ നിന്റെ കടയിരിക്കുന്നത്. നീ കടയിലിരുന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബാങ്ക് വിളിച്ചത്. നീ അപ്പോഴും പള്ളിക്ക് പോകാതെ വീടിന്റെ കടയ്ക്കകത്തിരിക്കുകയാണ്. അവസാനം നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ പ്രായമുള്ള രോഗം പിടിച്ച വാപ്പമാര് നടന്ന് പള്ളിയിൽ പോകുന്നത് കണ്ടു പോകുന്നില്ല. അല്ലാഹുവേ, പള്ളിയിൽ കാമത്ത് കൊടുത്തു. നമസ്കാരം തുടങ്ങിയതിന്റെ ശബ്ദം നിന്റെ കടയിലിരുന്നാലും കേൾക്കാ, എന്നാലും പോകൂല. കാരണം നിനക്ക് കച്ചവടമാണ് വേണ്ടത്, നിനക്ക് പണമാണ് വേണ്ടത്, നിനക്ക് ദുനിയാവാണ് വേണ്ടത്. മോനെ, അല്ലാഹനെ മറന്നുകൊണ്ട് കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരാ, അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയോ? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹ് പറയുകയാ, കട തന്നത് ഞാനാടാ, കച്ചവടം തന്നത് ഞാനാടാ, പണം തന്നത് ഞാനാടാ. ഈ തന്ന എനിക്കിതെല്ലാം എടുത്തു മാറ്റാനും കഴിവുണ്ട്. അതുകൊണ്ട് പടച്ചറപ്പിനെ മറന്നിട്ട് കച്ചവടം നടത്തുന്ന കച്ചവടക്കാരാ, എല്ലാം നഷ്ടപ്പെടുമടാ. തന്ന അല്ലാഹ് തിരിച്ചടക്കും, തന്ന അല്ലാഹ് തിരിച്ചടക്കുമെന്ന് ഖുർആനാ പറ
പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ, വെട്ടിപ്പിടിക്കാൻ ഓടണ്ട, ദുനിയാവിന്റെ പുറകെ ഓടണ്ട. പണത്തിനോടുള്ള ആർത്തി വേണ്ട പെങ്ങള്, പെട്ടെന്ന് പണക്കാരിയാകണ്ട. മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? പാവപ്പെട്ടവനെ സ്വർഗത്തിൽ കിടന്നിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞാല് പണക്കാരൻ നാളെ സ്വർഗത്തിൽ കിടക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, പ്രവാചകന്മാരുണ്ടല്ലോ. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകനാരാ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. പ്രവാചകന്മാരില് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകന് സുലൈമാൻ നബിയാ. കാരണം എന്തെന്നറിയോ? അള്ളാഹു ഒരുപാട് പണം കൊടുത്ത പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഏറ്റവും കൂടുതൽ സമ്പത്ത് കൊടുത്ത പ്രവാചകനാണ് സുലൈമാൻ നബി. അള്ളാഹുവേ, ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന നബി സുലൈമാൻ നബിയാ. മഹാനായ പ്രവാചകന്റെ സ്വഹാബികളുണ്ടല്ലോ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുതൽ മഹാനായ വഹ്ശ് റളിയല്ലാഹു തആല അൻഹു വരെയുള്ള ലക്ഷക്കണക്കിന് സ്വഹാബികളുണ്ടല്ലോ. ഈ സ്വഹാബികളിൽ അവസാന സ്വർഗത്തിൽ കിടക്കുന്നതാരാ? ഈ സ്വഹാബികളില് ഏറ്റവും അവസാന സ്വർഗത്തിൽ കിടക്കുന്നതാരാ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. കാരണം എന്തെന്നറിയോ? ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സ്വഹാബിയാ, പണക്കാരനായ സ്വഹാബിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, പണത്തിനോടുള്ള അത്യാർത്തി കളഞ്ഞോ. ഹലാലായ മാർഗത്തിലൂടെയല്ലാതെ സമ്പാദിക്കല്ലേ. ഹറാമായ സമ്പാദ്യം നിന്റെ വീട്ടില് വെക്കല്ലേ. ഹറാമായ പണം വേണ്ട പെണ്ണ്. പലിശ കച്ചവടം നടത്തുന്ന ഭർത്താവിനോട് പറയണം, വേണ്ട, ഈ പണം നമ്മുടെ വീട്ടില് വേണ്ടോ. അല്ലാഹുവേ, ലോട്ടറി എടുക്കുന്ന ഭർത്താവിനോട് പറയ്, പണം വേണ്ട. കാരണം എന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, 2 പാവങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവരുടെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചക സുലൈമാൻ നബി. സ്വഹാബികളിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. കാരണം രണ്ടുപേരും പണക്കാരായിരുന്നു, പണം കൂടുതലുള്ളവരായിരുന്നു. അതുകൊണ്ട് പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞാലേ പണക്കാരൻ സ്വർഗം കാണൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടണ്ട. ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്, എന്താ പലിശ കച്ചവടത്തിൽ നടത്തുന്ന നിന്റെ കെട്ടിയവനില്ലേ? ലോട്ടറി അല്ലോ നിസ്കരിക്കുമ്പോഴും പള്ളിയുടെ ഫസ്റ്റ് സഫിലാ നിൽക്കണേ. ഇമാമ് ദിക്ർ പറയാൻ തിരിഞ്ഞിരിക്കുമ്പോ കാണാം, അല്ലോ കാരുണ്യ പോക്കറ്റിരിക്ക ലോട്ടറി നിസ്കരിക്കും. 1 കോടി 1 കോടി 1 കോടി 1 കോടി 1 കോടി. നീ പണത്തിന്റെ പുറകെ പൊക്കോ. അല്ലാഹുവിന്റെ റസൂല് പറയാ, മോനെ, നിന്റെ ആയുസ് അല്ലാഹു കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹറാമായ പണം ഏത് വീട്ടിലുണ്ടോ? ഈ നാട്ടിലെ ഏതെങ്കിലും പലിശക്കാരൻ ജീവിച്ചിരിപ്പുണ്ടോ? പോകും, നേരത്തെ കാലത്തെ പള്ളിക്കാട്ടിപ്പ് കളയും. ഞാൻ നിന്നോട് പറയാം, കെട്ടിയവന്റെ അടുക്ക് പണത്തിന് വേണ്ടി നീ ബഹളമൊന്നും വെക്കണ്ട. ഹറാമായി അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരു പെണ്ണിന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം. റസൂലുള്ള ഒരു പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാണെന്ന്. എല്ലാ പെണ്ണുങ്ങളും കൂടെ ചോദിച്ചു, എന്തേ നബിയെ? പോയി ചോദിക്കാൻ പറഞ്ഞ പെണ്ണിനോട്. പോയി ചോദിച്ചു, പെണ്ണെ, നീ സ്വർഗത്തിലാണെന്ന് മുത്തുനബി പറഞ്ഞു. എന്താ ജീവിതത്തിൽ ചെയ്യണേ? ഒന്നുമില്ല, നിസ്കാരം സാധാരണ അമല് തന്നെ. അല്ല, നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യൂ? പറഞ്ഞു, രാവിലെ വിറക് വെട്ടാൻ പോകുന്ന എന്റെ ഭർത്താവിനോട് ഞാൻ പറയും, ഹറാം ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരരുത്.
രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് ഇക്കാ ഹറാമായ പൈസയും ഭക്ഷണവുമായിട്ട് ഈ വീട്ടിലേക്ക് വരരുത് എന്ന് പറയുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നിന്റെ പെണ്ണുമ്പിള്ള പറയുന്നത് എന്താ? യവനെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, പൈസ ആയിട്ട് വന്നാൽ മതി. ഇതാ പെണ്ണ്. രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് പറഞ്ഞാൽ തന്നെ, ഭർത്താവ് പലിശ കച്ചവടം നടത്തുമ്പോ നീ എണ്ണി അലമാരി വെക്കുന്നവളാണെങ്കിൽ നീ സൂക്ഷിച്ചോ, ഈ മനുഷ്യന്റെ മയ്യത്ത് നീ എത്രയും പെട്ടെന്ന് കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നീ വിധവയായി പോകും, നിന്റെ മക്കൾ എത്തിയുമായി പോകും, അല്ല നിന്റെ കെട്ടിയവന്റെ ആയുസ് വെട്ടിച്ചുരുക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, പണത്തിനോടും ആഗ്രഹം, ദുനിയാവിനോടുള്ള മോഹം കളഞ്ഞോ. നീ ഇതിനെ വലിച്ചെറിഞ്ഞു നോക്ക്, നിന്റെ പുറകെ വരും. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ച മരിക്കുന്ന കാലം വരെ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് പേടി, മക്കളെ എങ്ങനെ കെട്ടിക്കും, വീട് എങ്ങനെ വെക്കും, അല്ലോ നിന്റെ ചിന്ത ഏതാ? മക്കളെ എങ്ങനെ കെട്ടിക്കും? പറയണ കേട്ടാ നീയാ കെട്ടിക്കുന്നേ അല്ലേ? ഓ, എങ്ങനാ ഉസ്താദെ വീടില്ലാതെ പെണ്ണ് കെട്ടുന്നേ? പല ചെറുപ്പക്കാർ വീടില്ലാതെ എങ്ങനെ ഉസ്താദെ പേട? നിന്റെ വാപ്പ വീടുണ്ടായിട്ടാ കെട്ടിയേ? നിന്റെ വാപ്പ വീടുണ്ട, നിന്റെ അത്ത വീട് വെച്ചിട്ടാ പെണ്ണ് കെട്ടിയേ? ജീവിച്ചില്ലേ 5-6 മക്കളുമായിട്ട് സന്തോഷത്തോടെ? ഓ, നീയാ പറയണ വീടില്ലാതെ കെട്ടി, ജോലി ഇല്ലാതെ കെട്ടിയ? ഓ, ഗൾഫുകാരന് മാത്രമേ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ മോളെ, കന്ന് കച്ചവടക്കാരനായി വേണ്ട അല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈ നീട്ടാതെ ഇരിക്കണമെങ്കിൽ 4 കാര്യം ചെയ്താൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ചെയ്തൂടെ? താല്പര്യമുള്ളവർ കൈവക്ക്. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുക്കാൻ മനസ്സില്ലാത്തവര്, ബദരിയായി പരാതിയും അപേക്ഷയും കൊടുത്തിട്ട് കാത്തിരിക്കേണ്ട വേണ്ട. ബദരിയായി കൊണ്ടുവന്നിട്ട് ഒരു അപേക്ഷ കൊടുക്ക, എന്റെ മോളെ കെട്ടിക്കാൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് നീ നടക്കണ്ട. അങ്ങനെ ഒരു ഗതി നിനക്ക് അള്ളാഹു വരുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരട്ടെ 4 കാര്യം, കേട്ടിട്ട് തീരുമാനിക്കുക വേണോ വേണ്ടോന്ന്. പിങ്ങാരി അള്ളാഹുവിനെ രാത്രി എങ്ങാണ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറഞ്ഞാൽ പെട്ടില്ലേ? വീടിന്റെ പ്രമാണം കൊണ്ടുവന്ന് ബദരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ പെട്ടില്ലേ? സ്വർണ്ണം അങ്ങനെ ഊരാൻ പറഞ്ഞാലോ ഇല്ലേ? സ്വർണ്ണം അങ്ങനെ ഊരാൻ പറഞ്ഞാലോ? വേണ്ട, ഞാൻ പറഞ്ഞു തരാം. 4 കാര്യം ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാരും നേരെ ഇരിക്ക്. സ്വർഗത്തിരുന്ന് ഉറങ്ങണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം. സ്വർഗത്തിൽ നേരെ ഇരിക്കു വാപ്പ, നാളെ ഇതേ സമയത്ത് ഖബറിലല്ലേ, അവിടെ കടക്കാ സുഖമായിട്ട്. നീ ഇപ്പൊ ഇങ്ങനെ കടപ്പുറത്തിരിക്കണ പോലെ ഇരിക്കണ്ട, നേരെ ഇരിക്കും. ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇരിക്കണം, ഇതിലാണെങ്കിൽ നേരെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. 1, സുബഹിക്ക് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പ എഴുന്നേക്കണം? നിങ്ങൾ പറ, എപ്പ എഴുന്നേക്കണം? 7 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ ഉസ്താദ് അല്ലേ? സുബഹിക്ക് പോയിട്ട് 7 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ. ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ 1ാമത്തെ വഴി എപ്പോ എഴുന്നേക്കണം? സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് മുഅദ്ദിൻ വിളിക്കണ കേട്ട കാലം ഓർമ്മയുണ്ട? അസ്സലാത്തു ഖൈറും മിന സദഖത്താവ. ഇത്ര നാളായി, റമദാൻ 27 പറഞ്ഞല്ലേ? ഇവിടെ 27 ആവുമ്പോൾ എളുപ്പം കാലം വരെ ഇരിക്കില്ല ഉസ്താദ്. 27 രാവിന്റെ അന്ന് മറുപടി പറഞ്ഞതാ മോദി സാഹിബ് വിളിച്ചപ്പോ, പിന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. സഹോദര, സുബഹിക്ക് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം, നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിന്? കച്ചവടത്തിന് പോകാനല്ല, നിസ്കരിക്കാൻ കേട്ടാ. കന്ന് കച്ചവടത്തിന് പോകാൻ രാവിലെ 3:30 എഴുന്നേറ്റ് പോകും, അത് വേറെ. 2, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സുബഹി നമസ്കരിക്കാൻ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം. 2, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 2, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണം. 3, ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ മുഅദ്ദിൻ സാഹിബ് അല്ലാഹുവേ മിഹ്റാബിൽ കയറി നിന്നിട്ട് അവിടുന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നീ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കയറണേ, നീ നിസ്കാരപ്പായിലിരിക്കണേ. മരിക്കുന്നത് വരെ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ
അലൈഹി വസല്ലം 3 കാര്യം. 1, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റു. 2, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉളുവെടുത്തു. 3, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരപ്പായിലെത്തി. നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഈ പള്ളിയിലെ മുഅദ്ദിൻ സാഹിബ്, നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് ഒരുപാട് പേര് കാണൂല, 1-2 പേര്. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരിക്കുന്ന വാപ്പാന്റെ അടുത്തിട്ട് പോയി ചോദിക്കണം, വാപ്പ GST വല്ലതും ഉണ്ടോ? അയാൾക്ക് അറിയത്തില്ല. നോട്ട് നിരോധനം അറിയത്തില്ല. വീട്ടിൽ വല്ല ഞെരുക്കവും സാമ്പത്തിക ഞെരുക്കം കച്ചവോ ഒന്നുമില്ല. സുഖോസ്താദെ, എടാ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിക്കകത്തിരിക്കുന്ന വാപ്പാനോട് ചോദിച്ച അങ്ങാർക്കൊരു ചുക്കുമില്ല, എല്ലാം അള്ള വാരിക്കോരി കൊടുത്തിരിക്കുക. അദ്ദേഹത്തിന് ഒരു ഞെരുക്കവുമില്ല. അള്ളാഹു അദ്ദേഹത്തിന് വാരിക്കോരി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലെ മോദി സാഹിബാണല്ലോ സ്ഥിരം ബാങ്ക് വിളിക്കുന്ന ആള്. ചോദിച്ചു നോക്കണം വല്ല പ്രയാസമുണ്ടോ? പള്ളിയിലെ മോദി സാഹിബ് ഒന്നുമില്ലപ്പാ. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോ ഞാൻ പോകുന്ന പള്ളിയിൽ ഒരു മുഅദ്ദിൻ സാഹിബ് ഉണ്ട്. 5200 5400 രൂപയാണ് അദ്ദേഹത്തിന്റെ ശമ്പളം. ഈ പാവപ്പെട്ടവൻ കൊന്ന ശമ്പളം കൂട്ടി ചോദിക്കൂല. എല്ലാവർക്കും ശമ്പളം കൂട്ടുകോ, ഇയാൾക്ക് കൂട്ടില്ല. ഞാൻ ഒരിക്കൽ പോയി ചോദിച്ചു, നിങ്ങൾക്കൊന്ന് കൂട്ടി ചോദിച്ചൂടെ? ഇല്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു, ഒന്ന് ശമ്പളം കൂട്ടി ചോദിച്ചൂടെ? ഇയാളെന്നോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, 4 പെമ്മക്കളുണ്ടായിരുന്നു, 4നെയും ഞാൻ കെട്ടിച്ചു. 20ഉം 25ഉം പവനും ഓരോ ലക്ഷം രൂപയും. ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടിയില്ല. 5 നയാ പൈസ കടവും ഇല്ല. എനിക്ക് സ്വന്തമായിട്ട് 10 സെന്റ് ഒരു വീടുമുണ്ട്. ഇനി എന്തിനാ എനിക്ക് പൈസ? 5400 രൂപ ഉണ്ടായിട്ട് ഈ മനുഷ്യൻ, നിന്റെ വീട്ടിൽ ഒരു മോളേ ഉള്ളൂ, നീ ഇപ്പോഴും ടെൻഷനില്ല, ഉറക്കമില്ല, മക്കളെ കെട്ടിക്കണം. നീ രാവും പകലും കിടന്ന് ഉറക്കം ഒഴിഞ്ഞ് രോഗം പിടിച്ചിട്ട് നീ കച്ചവടം നടത്തുന്ന എന്തിനാ? മോളെ കെട്ടിക്കണം. 12 വയസ്സായേ ഉള്ളൂ. അല്ലാഹ് വളർന്ന് കെട്ടിക്കാറായി. ഉറക്കമില്ല, നമുക്ക് ഒരെണ്ണം. ആ മനുഷ്യൻ 4 എണ്ണത്തിനെ കെട്ടിച്ച് സ്വന്തമായിട്ട് വീടും വെച്ചിട്ട് കിടന്നുറങ്ങുന്നു. 5200 400 രൂപ. നിനക്ക് ശമ്പളം? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുകയാ, മലക്കുകളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ ദുനിയാവ് കളഞ്ഞിട്ട് ആഖിറം പിടിക്ക്. നിന്നെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. സംഘാടകർ ബക്കറ്റ് എടുത്ത് ആദ്യം എടുത്തോ. ദുനിയാവ് കളഞ്ഞ ആഖിറം കിട്ടും. നിന്റെ തലയുടെ മുകളിൽ നോക്കിക്കേ, ഒരു മലക്ക് നിൽക്കുന്നു. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യരും നോക്കിക്കോ. ഈ ബക്കറ്റ് വാങ്ങി നിന്റെ മുന്നിൽ വരുമ്പോ നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. രാവിലെ വന്നതാ. എന്തിനാ വന്നേന്നറിയോ? നീ ബക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും ഇട്ടാ ആ മലക്ക് ദുആ ചെയ്യും. ജനിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാപം ചെയ്യാത്ത മലക്ക് പറയുക, അല്ലാഹുവേ, ഈ സിറാജ് ഉള്ളത് കൊടുത്ത റബ്ബേ, ഇവന് നീ ബർക്കത്ത് ചെയ്യണം എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നീ പൈസയും വെച്ചിട്ട് കൈകെട്ടിയിരിക്ക. ഈ മലക്ക് തലയുടെ മുകളിൽ നിന്നിട്ട് രാവുക, അല്ലാഹുവേ, ഉണ്ടായിട്ടും കൊടുക്കുന്നില്ല പടച്ചവനെ. പാവപ്പെട്ട പെമ്മക്കളെ കെട്ടിക്കാനാ ചോദിക്കുന്നത്, എന്നിട്ട് ഇവൻ കൊടുക്കുന്നില്ല. അല്ലാ, നീയും ഇതുപോലെ അങ്ങ് പിടിച്ചു വെക്കണേ. എത്തീങ്കാനയിലായി പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വെറുതെ ബിസ്മില്ലാ, വെറുതെ ചോദിച്ചു വാങ്ങരുത്. മനസ്സറിഞ്ഞിട്ടൊരു സദക്കയിട്ടോ, നഷ്ടം വേണ്ട.